Download now. CC Learning app. ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ജനറൽ PSC ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജയ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ PSC എഴുതാനുള്ള പ്രായപരിധി ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് മുതലുള്ള ചോദ്യമാണ്, നമ്മുടെ ഫോഴ്സ് എക്സാമുകളുടെ പ്രായപരിധി കൂട്ടുമോ, അല്ലെങ്കിൽ ബാക്കി വരുന്ന CPO, WCPO, സിവിൽ എക്സൈസ് ഓഫീസർ, SI പോലുള്ള എക്സാമുകൾ വരുന്നുണ്ട്, അതിന്റെ പ്രായപരിധി കൂട്ടുമോ എന്നുള്ള പലരുടെയും സംശയമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു വിവരാവകാശ നിയമം വഴി ലഭിച്ച അതിന്റെ ഒരു അപ്ഡേഷൻ ആണ് ഈ ഒരു സെക്ഷനിലൂടെ നിങ്ങൾ അറിയിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ CCയുടെ ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോർ വഴി CCയുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന് പ്ലേ സ്റ്റോറിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആപ്പിലൂടെ നിങ്ങൾക്ക് ഡെയിലി കറണ്ട് അഫേഴ്സുകളും അതേപോലെ മോക്ക് ടെസ്റ്റുകളും അതേപോലെ തന്നെ ക്ലാസ്സുകളും മോക്ക് ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ അത് കാണാനായിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ റിസൾട്ട് ആണ് എല്ലാ കോഴ്സുകൾക്കും ഈ പറഞ്ഞ LDC-യിലാണെങ്കിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലാണെങ്കിലും അതേപോലെ ഹൈക്കോർട്ട് OA അല്ലാതെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് LGS അങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ നമുക്ക് കൈവരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മളുടെ റിസൾട്ടുകളാണെന്ന് കൂടി മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ സമയം കളയുന്നില്ല, നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് നമ്മുടെ ആ ഒരു അപ്ഡേഷനിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് യൂണിഫോം തസ്തികകളുടെ പ്രായപരിധി ഉയർത്തുമോ ഇല്ലയോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളായിരുന്നു ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരുന്നത് ഓൾറെഡി മറ്റ് PSC എക്സാമുകളുടെ പ്രായപരിധി കൂട്ടി, ഇപ്പൊ യൂണിഫോമിന്റെ പ്രായപരിധി കൂട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ ആ ഒരു ടൈമിൽ ഉദ്യോഗാർത്ഥികൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള അപ്ഡേഷൻ ആണ് നമ്മൾ പറയാനായിട്ട് വന്നത്. നമുക്ക് വിവരാവകാശ നിയമം വഴി ലഭിച്ച ഒരു അപ്ഡേഷൻ ആണ് നിങ്ങൾ അറിയിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണ നമ്മുടെ SI നമ്മുടെ സാധാരണ ഓപ്പൺ മാർക്കറ്റ് എല്ലാവർക്കും എഴുതാൻ സാധിക്കുന്ന SIയുടെ പ്രായപരിധി എന്ന് പറയുന്നത് 20 മുതൽ 35 വയസ്സ് വരെ ജനറൽ വിഭാഗത്തിന് ആക്കും. അതേപോലെ തന്നെ OBC ആണെങ്കിൽ 38 വയസ്സ് സാധാരണ ജനറലിനേക്കാൾ 3 വയസ്സ് കൂടുതൽ നമ്മൾ OBCക്ക് പറയാറുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണെങ്കിൽ 38 വയസ്സ് വരെയും, SC ST-കാർക്കാണെങ്കിൽ 40 വയസ്സ് വരെയും എന്ത് ചെയ്യാം, നമ്മുടെ SI എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാം. നമുക്കറിയാം SI എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ് സാധാരണ അതിൽ പ്രിലിമിനറിയും അതേപോലെ തന്നെ മെയിൻ എക്സാമും തുടങ്ങിയ അതേപോലെ തന്നെ നമ്മുടെ ഫിസിക്കലും ഇന്റർവ്യൂക്കുമുള്ള ഒരു എക്സാം ആണ് SI എന്ന് പറയുന്നത്. ഓപ്പൺ മാർക്കറ്റിലെ കാര്യമാണ് പറഞ്ഞത്. ഇനി ബാക്കി വരുന്നത് ഈ പറയുന്ന മിനിസ്ട്രിയലും അതേപോലെ കോൺസ്റ്റാബിളറി എന്ന് പറയുന്നത് സർവീസിൽ ഇരിക്കുന്നവർക്ക് എഴുതാൻ സാധിക്കുന്ന എക്സാം ആണ്. അത് ജനറൽ വിഭാഗമാണെങ്കിൽ 40 വയസ്സ് വരെ ഉള്ളവർക്കും, അതേപോലെ തന്നെ OBC ആണെങ്കിൽ 43 വയസ്സ് വരെ ഉള്ളവർക്കും, SC ST ആണെങ്കിൽ 45 വയസ്സ് വരെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന വിധത്തിലായിരിക്കും ഇനി വരാൻ പോകുന്ന നിലവിലെ നോട്ടിഫിക്കേഷനുകളല്ല, ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനുകളിൽ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ അത് നമുക്ക് പറയാം ഡിഗ്രി ലെവൽ ഉള്ള ഒരു എക്സാം ആണ്. അതിലേക്ക് വരുമ്പോൾ 19 മുതൽ 35 വയസ്സ് വരെ ആയിരിക്കും പ്രായപരിധി എന്ന് പറയുന്നത്. ഇനി OBC-കാർക്കാണെങ്കിൽ 38 വയസ്സ് വരെയും, SC ST-കാർക്കാണെങ്കിൽ 40 വയസ്സ് വരെ ആയിരിക്കും ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പ്രായപരിധി. ഓക്കെ, അതേപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ CEO. സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് വൈസ് നടക്കുന്ന ഒരു യൂണിഫോം പോസ്റ്റ് ആണ് +2 ലെവലാണ് യോഗ്യത എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഡിഗ്രി ലെവൽ യോഗ്യതയുള്ള എക്സാമുകളായിരുന്നു അപ്പൊ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന +2 ക്വാളിഫിക്കേഷൻ വേണ്ട ഒരു എക്സാം ആണ്. ഡിസ്ട്രിക്ട് വൈസ് നടക്കുന്ന ഒരു എക്സാം കൂടിയാണ്. അതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് എത്രയാവും, 19 മുതൽ 35 വയസ്സ് വരെയാണ് ജനറൽ വിഭാഗത്തിന് ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ OBC ആണെങ്കിൽ 38 വയസ്സ് വരെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. SC ST ആണെങ്കിൽ 40 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് സിവിൽ എക്സൈസ് ഓഫീസർ. അതേപോലെ തന്നെ CPO അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ ബറ്റാലിയൻ വൈസ് നടക്കുന്ന എക്സാം ആണ് ബറ്റാലിയൻ വൈസ് ഈ പറയുന്ന നമ്മളെ സിവിൽ എക്സൈസ് ഓഫീസർ ഓരോ ഡിസ്ട്രിക്ട് വൈസ് നടക്കുന്ന എക്സാം ആണെങ്കിൽ, സിവിൽ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ CPO എന്ന് പറയുന്നത് ഓരോ ബറ്റാലിയനുകൾ വൈസ് നടക്കുന്ന എക്സാം ആണ്. അതിന്റെ പ്രായപരിധി സാധാരണഗതിയിൽ എത്രയായിരുന്നു, ജനറൽ കാറ്റഗറി ആണെങ്കിൽ 26 വയസ്സ് വരെ ആയിരുന്നു അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിന്റെ പ്രായപരിധി 18 മുതൽ 30 വയസ്സ് വരെ ആകാം. അതുപോലെ തന്നെ OBC കാറ്റഗറി 33 വയസ്സ് വരെയും, SC ST ആണെങ്കിൽ 35 വയസ്സ് വരെയായിട്ടും ഉയർത്താം.
അതേപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന എക്സാമിന്റെ ജനറൽ എന്ന് പറയുമ്പോൾ എത്രയായിട്ട് മാറുന്നുണ്ട്? 19 മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക്, ജനറൽ കാറ്റഗറി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ OBC ആണ് എങ്കിൽ 37 വയസ്സ് വരെ ഉള്ളവർക്കും, SC ST ആണ് എങ്കിൽ 39 വയസ്സ് വരെ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. സാധാരണഗതിയിൽ പ്രായപരിധി ഉയർത്തിയ സമയത്തിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിരുന്നു യൂണിഫോം ജോലിയെ അല്ലെങ്കിൽ യൂണിഫോം പോസ്റ്റിനെ ഇത് അഫക്ട് ചെയ്യുമോ എന്ന്. തീർച്ചയായിട്ടും യൂണിഫോം പോസ്റ്റിന്റെയും പ്രായപരിധി ഉയർത്തുന്നതാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ പ്രായപരിധി ഉയർത്തുമ്പോൾ അവിടെ കോമ്പറ്റീഷൻ എന്ത് ചെയ്യുകയാണ്? കൂടുകയാണ്. കാരണം അത്രയും ഉദ്യോഗാർത്ഥികൾ കൂടെ എക്സാം എഴുതുകയാണ്. സോ ഇനി വരാൻ പോകുന്ന യൂണിഫോം പോസ്റ്റുകളുടെ കോമ്പറ്റീഷൻ നല്ല രീതിയിൽ ടൈറ്റ് ആവാനും അതേപോലെ തന്നെ കോമ്പറ്റീഷൻ കൂടാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മുൻകൂട്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ മുൻകൂട്ടിയുള്ള ഒരു പഠനം ഇനി വരാൻ പോകുന്ന യൂണിഫോം പോസ്റ്റുകൾക്ക് ആവശ്യമാണ്. ഈ കഴിഞ്ഞ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു എക്സാം ഉണ്ട്, അതായത് നമ്മുടെ CPOയുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന എക്സൈസിന്റെ എക്സാമുകൾ എന്ന് പറയുന്നത് നടക്കാൻ പോകുന്ന എക്സാമുകളുണ്ട്. ഈ നടക്കാൻ പോകുന്ന എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രായപരിധി ഉയർത്തുന്നതിന് മുമ്പ് നടക്കുന്ന അവസാനത്തെ എക്സാം ആണ്. അതായത് ഈ ഒരു എക്സാമിന്റെ കോമ്പറ്റീഷൻ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ അടുത്ത എക്സാമിലേക്ക് പോകുമ്പോൾ അവിടെ പ്രായപരിധി ഉയർത്തിയ രീതിയിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത തവണയുള്ള എക്സാം ഇപ്പോഴുള്ളതിനേക്കാൾ ഒരുപാട് നല്ല കോമ്പറ്റീഷൻ അടുത്ത പ്രാവശ്യം നടക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം മൈൻഡിൽ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു എക്സാം തന്നെ ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം അടുത്ത പ്രാവശ്യം എന്തായാലും കോമ്പറ്റീഷൻ കൂടും. കാരണം പ്രായപരിധി ഉയർത്തുന്നതുകൊണ്ട് തന്നെ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും കൂടും. ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുമ്പോൾ അവിടെ കോമ്പറ്റീഷൻ കൂടുകയും കട്ട് ഓഫും കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു എക്സാം വളരെ നന്നായിട്ട് കൃത്യതയോടെ പഠിച്ച് എന്ത് ചെയ്യുക? റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഇനി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമുകൾ എന്ന് പറയുന്നത് CPO WCP എക്സാമുകളാണ്. അല്ല, ഒരുപാട് നിയമനങ്ങളാണ് ഈ CPO WCP എക്സാമുകളിൽ നടക്കുന്നത്. അത്രയധികം നിയമനങ്ങൾ ഈ പറയുന്ന ഇപ്പോഴത്തെ ലിസ്റ്റ് പ്രകാരം ഒരുപാട് നിയമനങ്ങൾ എല്ലാ ബറ്റാലിയനുകളും നടന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ CPO WCP എക്സാമുകൾ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഓരോ വർഷവും CPO WCP എക്സാമിന്റെ കട്ട് ഓഫ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കട്ട് ഓഫ് കൂടി വരികയാണ് അല്ലെ. കുറച്ചു നാൾക്ക് മുന്നേ വരെ 39 അല്ലെങ്കിൽ 45 റേഞ്ച് വന്നിരുന്ന കട്ട് ഓഫ് ഇപ്പോ 55 മുതൽ 60 വരെ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ 50 മുതൽ 60 വരെയാണ് വിവിധ ബറ്റാലിയനുകളിൽ കട്ട് ഓഫ് വരുന്നത്, CPOയുടെ കട്ട് ഓഫുകൾ വരുന്നത്. തീർച്ചയായിട്ടും ഈ കട്ട് ഓഫുകൾ ഉയരുകയുള്ളൂ. അതിനനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി വരാൻ പോകുന്ന എക്സാമുകളും നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നിങ്ങളെ അതിന് സഹായിക്കാനായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ഏറ്റവും പുതിയ ബാച്ചുകൾ CPO WCP ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയുള്ള സമയം കൃത്യതയോടുകൂടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒരു ഡെയിലി ഓരോ ടൈം ടേബിൾ വെച്ച് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? ആ ടൈം ടേബിളുകൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അതിന്റെ വർക്കൗട്ടുകൾ ശ്രദ്ധിക്കുക. അതിന്റെ ലൈവ് സെക്ഷൻസ് ഉണ്ടാവും, അതേപോലെ റെക്കോർഡഡ് സെക്ഷൻസ് ഉണ്ടാവും. അപ്പൊ ലൈവ് സെക്ഷനിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നു. സോ ഇനിയുള്ള ചുരുങ്ങിയ സമയം ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച്. ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്യുക. അപ്പൊ മറ്റൊരു സെക്ഷനുമായിട്ട് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.